ഇന്റഗ്രേഷനകത്ത് ഇയുടെ പവർ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. നമുക്കറിയാം ഇയുടെ പവർ എപ്പോൾ വന്നാലും ആ പവറിനായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഏതിന് കൊടുക്കണം? ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുത്തു. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പാടില്ലാത്തൊരു കുട്ടികൾക്ക് നോക്കാം. നമുക്ക് അവിടെ ഡെറിവേറ്റീവ് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നോക്കുക. ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓൾറെഡി ഇവിടെ ഉണ്ട്. 1/1 + s² വരും. ആ ഡി എക്സ് നമ്മൾ ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ നേരെ ഇവിടെ എഴുതിയാൽ മതി. 1/1 + s² സ്ഥാനത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഈ ടാൻ ഇൻവേഴ്സ് എക്സിനാണ് നമ്മൾ ടി എന്ന് കൊടുത്തത്. അപ്പൊ അതിന് പകരം അവിടെ ടി എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നോക്കുക, ഈ ഡി എക്സിനും 1 + s² പകരം നമ്മൾ എന്താ കിട്ടിയത്? ഡി ടി അല്ലേ? അത് അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പൊ അറിയാം യുടെ ഇന്റഗ്രൽ ടി തന്നെയാണ്. അപ്പൊ ടി + c വരും. ഇനി ടിക്ക് പകരം എന്ത് കൊടുക്കുക? നമ്മൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കണം അത് തിരിച്ചിവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് + c ആണ്. അപ്പൊ ഇയുടെ പവർ എപ്പോൾ വന്നാലും ആ പവർ വരുന്നതിനായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഏത് നമ്പറിനകത്തും അത് ഓർത്ത് വെക്കുക. ഇയുടെ പവർ വന്ന പവറിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. നമ്മുടെ ക്ലാസോറ എന്ന് പറയുന്ന ഓൺലൈൻ ലേണിംഗ് ആപ്പിനകത്ത് എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും L1, L2, L3 വീഡിയോസും ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് കുട്ടികൾക്ക് ചാപ്റ്ററുകൾ ഫ്രീ ആയി കാണാവുന്നതാണ്.